കുട്ടികൾ ഓരോന്നും കൂടി ആവാറുന്നില്ലേ? എടാ കല്യാണി എന്തുണ്ട്, എന്താ ചെയ്യണ്ട്? ശ്ശെ, വേണ്ട. ഈ ഞാൻ പറഞ്ഞതിനൊരു പരിഹാരം പറയടാ. അച്ഛനും അമ്മയും ഡേറ്റും ഒക്കെ റെഡി ആയിരിക്കുക. എൻ്റെ പൊന്നു പ്രകാശ് കണക്ക് വട്ടാണ്. എടാ അന്ന് ആ കല്യാണത്തലേന്ന് രാത്രി നിന്നെ അവളെ ഇവിടെ റൂമിൽ നിന്ന് പിടിച്ചതല്ലേ? ഒന്നുമില്ല, എൻ്റെ അമ്മാവനല്ലടാ. അമ്മാവൻ എത്ര കൊല്ലായി ഇപ്പത്? 2. 2 കൊല്ലായി. ഈ 2 കൊല്ലം മുന്നേ നടന്ന പ്രശ്നത്തിനാണ് നീ ഈ ഓടിച്ച് നടക്കുന്നത്? കണക്കത് പറയാം, ഞാനല്ലേ അനുഭവിച്ച്. സകല ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഭൂമിക്ക് തന്നെ ഇറങ്ങിപ്പോയല്ലേ. കോപ്പാണ് ചങ്ങായി. വേണമെങ്കിൽ പോയി കെട്ടിക്കോ. നാട്ടിൽ ചെക്കന്മാർ പെണ്ണും കെട്ട് തലയ്ക്ക് പ്രഷർ അടിച്ച് നടക്കുമ്പോഴാണ് എൻ്റെ 2 കൊല്ലം മുന്നേ തപ്പി പിടിച്ച കഥ. എടാ മൈര, അവളെ പോലെ ഒരു ചരക്കണക്ക് വേറെ എവിടെ നിന്ന് കിട്ടുക? എൻ്റെ പൈസയും കോപ്പൊക്കെ ഉണ്ട്. ഈ ഒരു മൈര് മറ്റേ വർത്താനം പറയരുത് കേട്ടോ. അപ്പൊ ഇഷ്ടമുണ്ട് അല്ലേ? ഇഷ്ടം കോപ്പും തേങ്ങയൊന്നല്ല, ഉമ്മാന്റെ മോളായി പോയി. സമ്മതിക്കരുത് കേട്ടാ. ഇതിനൊക്കെ തന്നെ ഇഷ്ടമാണെന്ന് പറയാം. ഹലോ, ഇതാ വരികയാണ് ഒരു 5 മിനിറ്റ്. അളിയാ, ഞാൻ വിടുകയാണ്. നല്ല മത്തിക്കൂട്ടാണ്. അത് വെള്ളം ഒഴിച്ച് ചോറിൽ വെച്ച് കഴിക്കാനേ ഒരു രസം ഉണ്ടാവില്ല. എന്നാലേ നമുക്ക് നാളെ കാണാം. പിന്നെ അവള് നല്ല കുട്ടിയാടാ, വിട്ട് കളയണ്ട. ഈ കെട്ടിക്കോ. പിന്നെ അമ്മാവൻ്റെ കാര്യം അതൊക്കെ അല്ലി വല്ലി. ഓക്കെ എന്നാ, നാളെ കാണാം. അപ്പം ഇനി ഇവിടെ കിടന്ന് തിരിയേണ്ടേ, പോയിക്കോന്നെ. എന്താടി തേങ്ങയാണ് ഈ പൊക്കോടുന്നു. ഇതൊന്ന് പോയി കടന്നിട്ട് കല്യാണം ഞാൻ പിന്നെ വിളിക്കാം. അമ്മാ, അമ്മാ, അമ്മായി കിടന്നു. ഞാനാ പറഞ്ഞു കിടന്നോളെ, ഞാൻ ഇരിക്കാന്ന്. പ്രകാശേട്ടൻ എന്നിങ്ങനെ ലേറ്റ് ആയിട്ടാ വരാറ്? കല്യാണം കഴിഞ്ഞ പിന്നെ ഒന്നും നടക്കില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞല്ലേ? അതെ, ഞാൻ എടുത്തോളാം. ഞാൻ ആദ്യമായിട്ടുള്ള നേരം വഴിക്ക് വരണം, ഭക്ഷണം കഴിക്കണം. അതെ, മുട്ടക്കറി എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? കറി ഞാൻ ഉണ്ടാക്കിയതാ, ചപ്പാത്തി അമ്മായി. ഇതൊന്ന് പോയി തരൂ. എനിക്ക് പ്രകാശേട്ടന് തീരുമാനം അറിയണം. എനിക്ക് സമ്മതല്ല. പതുക്കെ, അമ്മായി അമ്മാവന് കേക്കണ്ട. ഇത് അതാ പോവാണോ ഞാൻ കാരണം? എന്ത്
എന്തൊരു കഷ്ടം നോക്ക്. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങടെന്നുള്ളൂ. കല്യാണാലാന്നിട്ട് വന്നിറക്കാണ് അവള്. മനുഷ്യനെ നാണം കെടുത്തിട്ട്. ഒച്ചയൊന്നും കേൾക്കണില്ലല്ലോ. സമാനം പ്രകാശേട്ടാ, പ്രകാശേട്ടാ, പെട്ടു. പ്രകാശേട്ടാ, വാതില് തുറക്ക്. പ്രകാശേട്ടാ, എന്തൊരു കഷ്ടം ഗതികേട്. പ്രകാശേട്ടാ, വാതില് തുറക്ക്. പ്രകാശാ, പ്രകാശാ, ആ എന്താ അവിടെ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്താ ഒച്ചാളെ ചേട്ടൻ അതവളാ. ആ എന്നാ ഉറങ്ങാൻ നോക്ക രണ്ടാളും. കൊല്ലും. എന്താ പ്രകാശേട്ടാ, എനിക്കൊന്ന് സംസാരിക്കണം. എനിക്ക് കേക്കണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ. ദേ പ്രകാശേട്ടാ, തമാശ കളിക്കല്ലേ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. എനിക്ക് സംസാരിക്കണം. ആ, ഇവിടെ അമ്മായിക്കും അമ്മാവനും ഓക്കെയാണ്, അവര് ഹാപ്പിയാണ്. പിന്നെ പ്രിയ ചേച്ചിടത്ത് ഞാനിത് ഇപ്പൊ വിളിച്ച് സംസാരിച്ചതേ ഉള്ളൂ. പിന്നെ പ്രകാശേട്ടന് മാത്രം എന്താ ഇത്ര പ്രശ്നം? എന്റെ പ്രശ്നം എന്താ നടക്കറിയില്ലേ? മര്യാദക്ക് ഇറങ്ങി പൊക്കോയി. അത് കഴിഞ്ഞിട്ട് 2 കൊല്ലായില്ലേ പ്രകാശേട്ടാ? അതിന് ഇത്രയും നാൾ എന്നോട് മിണ്ടാതെ നടന്ന് വിഷമിപ്പിച്ച് മതിയായില്ലേ? അത് പോരെ പ്രകാശേട്ടന്? ആ അത് പോരാ. കഴിഞ്ഞത് കഴിഞ്ഞു, ഒന്ന് വീട്ട്. അതെ അവിടെ കിടന്ന് മാറി നാണം കണ്ട ഞാനാ. അപ്പൊ അത് പോരാ. ഒക്കെ ഉണ്ട് പൊന്നരിക്കാൻ നിൽക്കുക. ഇനി ഞാൻ എന്താ വേണ്ട പ്രകാശേട്ടാ? ஹலோ சொல்லுமா. என்ன பேபி, என்ன சொல்றான் உன் மாமா? பெடுத்துறாண்டி. ஏன் மாமாவோட காதல் நதி வட்டி போச்சா? வட்டி போன மாதிரி தான் தெரியுது. சரி, போன் மாமா கிட்ட கொடு, நான் பேசி பார்க்கறேன். வேணாடி, ദേഷ്യത്തിലാ, ഞാൻ പിന്നെ വിളിക്കാം. ஓகேமா, பார்த்து. உன்ன மாதிரி ஒரு ஃபிகரை விட்டா வேற கிடைக்க மாட்டேன்னு மாமா கிட்ட சொல்லு, ஓகேவா? ശരി, ഓക്കേടി, ഗുഡ് നൈറ്റ്. அப்போ சரிடி, குட் நைட். പ്രകാശേട്ടൻ പറ, ഞാൻ എന്താ ചെയ്യണ്ട്? ഒന്നും വേണ്ട, ഒന്ന് പോയി തരുമോ? പ്രകാശേട്ടാ, എന്നോട് പറഞ്ഞതല്ലേ പണ്ടാറടങ്ങിട്ട്. ഇങ്ങനെ പാതി വഴിയിലിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു 12 വയസ്സ് മുതൽ ഇഷ്ട പറഞ്ഞ എന്റെ പുറകെ നടന്നത്. ആ, എനിക്ക് കത്തുകൾ എഴുതിയിരുന്നതും എന്നെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂർക്ക് വന്നിരുന്നതും. ആ, പറ പ്രകാശേട്ടാ, എന്താ മറുപടി ഇല്ലേ? പോയിക്കോടുന്നു. പറ. ഇനിയിപ്പൊ എന്റെ തടിയാണോ പ്രകാശേട്ടന്റെ പ്രശ്നം? ദേ, എനിക്ക് 28 ആയിട്ടോ. ഇനി എപ്പോഴാ നമ്മള്? ആ
സെന്റ് അടിക്കൊന്നും വേണ്ട. ഇപ്പൊ ഈ കാണിച്ച സ്നേഹത്തിന്റെ പകുതി എന്ന് കാണിച്ചിരുന്നെങ്കിലേ അത്ര ആൾക്കാരുടെ മുമ്പിൽ നാണം കഴിയായിരുന്നു. എടി അന്ന് നീ പറഞ്ഞിട്ടല്ലോ എടി കഴുതേ ഞാൻ നിന്റെ റൂമിക്ക് വന്ന്. അതിന് അച്ഛൻ ആ നേരത്തെ വരുന്നപ്പോ ഞാൻ അറിഞ്ഞോ? എന്ത്? അതിന് ആ സമയത്ത് അച്ഛൻ വരുന്നപ്പോ ഞാൻ അറിഞ്ഞോ? ആ ഓക്കെ, നിനക്കറിയില്ല. നീ പിന്നെ അയാൾക്ക് മുമ്പിൽ എന്നെ തിന്നട്ട് കൊടുത്തിട്ട് ഓടിയതെന്തിനാ? ഞാൻ പിന്നെ എന്താ ചെയ്യാ, ഞാനങ്ങ് സ്റ്റക്കായി പോയി. നമ്മളവിടെ എന്താ ചെയ്തിരുന്നത് പ്രകാശ് ചേട്ടന് അറിയില്ലേ? എന്റെ അറിയില്ലേ. ആ വന ചേച്ചി എന്ന് ചിരിക്കായിരുന്നു. അവര് 2 ആഴ്ച മുമ്പ് കണ്ടപ്പോൾ കൂടി ചിരിച്ചു. ആക്കിയ ചിരി. അവര് മാത്രം ആ ഭാസ്കർ മാമിന്റെ അമ്മയൊക്കെ ചിരിച്ചു മറിയായിരുന്നു. അതൊന്നും ഈ ജമ്മത്തേക്ക് മറക്കാൻ പറ്റില്ല. ഈ എവിടുന്ന് രക്ഷപ്പെട്ടു? ഞാൻ മാത്രമായി കുറ്റക്കാരൻ. അങ്ങനെ ഞാൻ പറഞ്ഞോ? ഈ പറയണ്ട. പറയേണ്ടത് പറഞ്ഞില്ലല്ലോ. നിന്റെ അച്ഛൻ പറഞ്ഞില്ലേ? അയാൾക്ക് ആ ദേഷ്യം ഇപ്പോഴും ഉണ്ടാവും. അതൊക്കെ പ്രകാശ് ചേട്ടന്റെ തോന്നല. അച്ഛനെ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് പ്രകാശ് ചേട്ടനോട് പറയാൻ. അയാളല്ലേ ഇപ്പൊ പറയും. പ്രകാശ് ചേട്ടന് ആരും വിശ്വാസമല്ല. അതാ പ്രകാശിനെ നിനക്ക് ഇഷ്ടമായിരുന്നില്ലേ? ആ ഇഷ്ടം ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ തന്നെ കല്യാണം കഴിച്ചു എന്ന് അച്ഛനാ പറഞ്ഞേ. എനിക്കൊന്നും കേക്കണ്ട. ഒരു പരിചയമില്ലാത്ത ആളെ എനിക്ക് പറ്റില്ല പ്രകാശ് ചേട്ടാ. നമ്മളാകുമ്പോ എല്ലാം അറിയില്ലേ? ആ പ്രകാശ് ചേട്ടാ പ്ലീസ്, അങ്ങനെ പറ്റിപ്പോയി. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഗോഡ് പ്രോമിസ്. കുട്ടിയുണ്ടല്ലോ. ഏയ് കൊഞ്ചാന്ന് കഥ മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എങ്ങടെയും ഇറങ്ങിപ്പോവും. കുറെ നേരമായി കുണുകുണു പറഞ്ഞ് കിടന്ന് സൗകര്യം കൊടുത്തു. സോറി പ്രകാശ് ചേട്ടാ, റിയലി സോറി. 2 വർഷമായില്ലേ, ഇതിനകത്ത് എത്ര വട്ടം ഞാൻ വിളിച്ചിട്ടുണ്ട്, സോറി പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒന്നിനും പ്രകാശ് ചേട്ടൻ റിപ്ലൈ തന്നിട്ടില്ല. ഞാൻ കരുതി പിണക്കം മാറും. ഇടയ്ക്ക് അമ്മാവന് വയ്യാതെ ഹോസ്പിറ്റലായപ്പോൾ അതിൻ്റെ ടെൻഷനിലാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത്രയും വലിയ പിണക്കം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല. ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ പ്രകാശ് ചേട്ടൻ പിണക്കം മാറുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക്. നാളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയേക്കണേ. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സാറില്ല. ശരി എന്നാ, ഗുഡ് നൈറ്റ്. നിക്കടി ഇങ്ങോട്ട് നോക്ക്. നോക്കുന്ന്. സത്യമായിട്ട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. നല്ല ദേഷ്യം എന്ന് പറഞ്ഞാൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി. ഇങ്ങോട്ട് നോക്ക്. ഇതിപ്പോ ഞാനാണ് ആവശ്യമില്ലാതെ സീനാക്കിയത്. അതേടി സത്യമായിട്ട് എന്റെ ദേഷ്യം മാറിയെന്ന്.
പ്രണയം അതെന്തൊക്കെ പറഞ്ഞാലും ഒരു മുറിവേൽക്കലാണ്. ആ പറയടാ. എടാ അതൊരുമാതിരി ഭാര്യ വീട്ടിൽ പരമസുഖം എന്ന് പറഞ്ഞ പോലെയല്ലോ നിന്റെ കാര്യം. ഇനിയിപ്പൊ അന്നെ കാണണമെങ്കിൽ ബാംഗ്ലൂർക്ക് വരേണ്ടി വരുമോ? ഭാര്യ വീട്ടിൽ എൻ്റെ പട്ടിക്കും ഞങ്ങൾ ചെന്നൈയിലടാക്ക. ഹാവുണ്ടോ, ഇനിയിപ്പൊ ചെന്നൈക്ക് വരേണ്ടി വരുമോ? ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പൊ എന്നെ കണ്ടില്ലല്ലോ. ഈ എവിടെയായിരുന്നു? എടോ ഞാൻ ആ ലോണിന്റെ കാര്യത്തിന് വേണ്ടി ഓടുകയായിരുന്നു. ഇനിയിപ്പൊ നാട്ടിലേക്ക് വരില്ലേ നീ? പിന്നെന്താ നാട്ടിലേക്ക് വരാണ്ടേ. ഇവിടുത്തെ വെള്ളം ഞങ്ങളുടെ ഇവിടെ ഒന്ന് സെറ്റ് ആവണല്ലോടക്ക. അവൾക്കേ ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് കിട്ടി അപ്പം നാട് പിടിക്കും മോനെ. പിന്നെ എന്തൊക്കെയാണ് നാട്ടിലേക്ക് മാറിയ വിശേഷം? എന്ത് വിശേഷം, ചന്ദ്രന്റെ കടയിൽ നിന്ന് അച്ഛനെ കണ്ടു, അതുകൊണ്ട് എന്നെ വിളിച്ചതാ. ആ അച്ഛൻ നല്ല വിളിച്ചിട്ടുണ്ടായിരുന്നു. എടാ ഞാൻ നിന്നെ വിളിക്കാട്ടോ. ഗണേഷ് ബ്രോ, ഞാൻ മുകളിലേക്ക് വരുമായിരുന്നല്ലോ. അതൊന്നും വേണ്ട ബ്രോ, അവളറിഞ്ഞ ആകെ പ്രശ്നമാവും. പെട്ടെന്നാക്കിയാ ഞാൻ വളരെ നന്ദിയുള്ളവനായിരിക്കും. എന്നാ ഇവിടെ ഇരുന്നേക്ക്. അത് അതിനേക്കാ വലിയ പ്രശ്നമാവും. ഞാനേ വടപളനിയിലേക്ക് പോവാന്ന് പറഞ്ഞറിയതാണ്. 1 മണിക്കൂർ സമയമുള്ളൂ. താങ്ക് യു ബ്രോ, ரொம்ப താങ്ക്സ് കേട്ടാ. എവിടെ ഇരുന്നായിരിക്കുക? അതൊക്കെ ഞാൻ മണ്ടക്കിരുന്ന് അടിച്ചോളാം. അവിടെ നമുക്കൊരു സെറ്റപ്പ് ഉണ്ടേ. വെള്ളവും സാധനങ്ങളൊക്കെ വേണ്ടേ? അതൊക്കെ റെഡിയാണ് ബ്രോ, എല്ലാം റെഡിയാണ്. എന്നാ എൻജോയ്. ഓക്കെ, ഓക്കെ ഓക്കെ താങ്ക് യു വെരി മച്ച്. ശരി കാണാം. ബ്രോ പേയ്മെന്റ് കാര്യം ഓക്കെ? എല്ലാം സെറ്റാണ്, എല്ലാം ഗൂഗിൾ സെറ്റ്. പേ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ Thank you, ഓക്കെ bro. എന്നാ കാണാം. ഉറങ്ങാറുന്നോ? ആ ഇരിക്കുക. ക്ലാസ് എടുക്കേ. തണുപ്പിച്ചിട്ട് മതിയോ? എന്താണ് എന്താണ് തലവേനിക്കുണ്ടോ? എന്നോട് ഞാൻ പറഞ്ഞല്ലേ വർക്ക് ചെയ്യുമ്പോൾ കണ്ണട വെക്കണമെന്ന്. കേക്കണ്ടേ? ഇങ്ങോട്ട് നോക്കി. എന്താ പ്രശ്നം പറ. എന്താ പൊന്നോ കാര്യം പറഞ്ഞിട്ട് കരയി. എന്താണ്? നമുക്ക് സെപ്പറേറ്റ് ആവാം. എന്താ പറഞ്ഞു? നമുക്ക് പിരിയാം. ഈ ഇപ്പൊ എന്താ പറഞ്ഞെന്ന് എനക്ക് വല്ല ബോധമുണ്ടോ? ഉണ്ടോ? ആലോചിച്ചിട്ട് തന്നെ പറയുന്നു. യൂഷ്വലായിട്ട് മൂവ് ചെയ്താ കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡപ്പ് ആയിക്കോളും. ഓ അത് ശരി. അത്രയ്ക്കും വിചാരിച്ചു വെച്ചണല്ലേ. ശരി പിരിയേ. അതിനിപ്പോ എന്താ? പക്ഷെ എന്തിനാ പിരിയണമെന്ന് എനിക്കറിയണം. പറയേ, എന്താ ഞാൻ ചെയ്ത തെറ്റ്? ഒരു മണിക്കൂർ മുമ്പ് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്കൊരു പ്രശ്നമില്ലല്ലോ. പറ, എന്താ ഞാൻ എന്നോട് ചെയ്ത തെറ്റ്? അതെനിക്കറിയണം. പ്രകാശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്ത് ടാങ്കാണ് എനിക്ക് ഡിവോഴ്സ്? പറ, പിന്നെ എന്തിനാണ് എനിക്ക് ഡിവോഴ്സ്? ഹലോ ഹലോ, ആ അമ്മയാണോ? എവിടെ കല്യാണി? അവള് കുളിക്കുക. എന്തേ? ഒന്നുമില്ല, ഞാൻ എന്നാ അവര് പോണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. പോണതോ? നാളെയാണ് പോണതേ. അവര് നേരെ ബാംഗ്ലൂർക്കാ പോണേ അതോ ചെന്നൈക്കോ? ചെന്നൈക്കാത്രേ. ആ, ഏട്ടൻ എങ്ങടാ പോയേ? അവൻ അങ്ങോട്ട് പുറത്തേക്ക് പോയിരുന്നു, ആരെന്നെ കാണാനെന്നും പറഞ്ഞിട്ട്.
അവളുടെ കുളി കഴിഞ്ഞോ? ഇല്ലില്ല, ഇപ്പൊ അങ്ങോട്ട് കേറിയിട്ടേ ഉള്ളൂ. കുളിയൊക്കെ കേമാണേ, നാഴിക ഒന്ന് പിടിക്കും. അതവള് ചെറുപ്പത്തിൽ അങ്ങനെയാ, വലിയ വൃത്തിക്കാരിയാ. പിന്നെ ആ പറഞ്ഞോട്ടെ. അവളെ തടി പിന്നെ കൂടിയില്ലേ, ഉയരം ആദ്യം തന്നെ ഏട്ടൻ്റെ ഒപ്പുണ്ട്. തടിയും കൂടും ഉയരം കൂടും. ഇനിയിപ്പോ അങ്ങോട്ട് പിറകുടിയും ചെയ്ത കേമാവും. അതെ, എന്തേലും പറയണ കേട്ടോ? ഏയ് ഒന്നും പറയണൊന്നും കേട്ടില്ല. പഴയ ചന്തൊക്കെ പോയി, ഫാഷനും കൂടിന്നു. രണ്ടാളും കൂടി നടക്കുമ്പോ ഒരു ചേർച്ചയില്ലാന്ന് മനുവേട്ടന്റെ അമ്മ ഉണ്ട് പറയണു. ഇനിയിപ്പോ ഓനങ്ങടെ അനുഭവിച്ചോട്ടെ. ഇപ്പൊ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ അടുക്കളയിൽ എന്തെങ്കിലും സഹായിക്കാറുണ്ട് അവള്? ആ അതൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടെങ്കി എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കൂല, ചെയ്യാൻ സമ്മതിക്കൂല. ആ ശരി എന്നാ, ഇനിയിപ്പോ ഇതൊന്നും ഏട്ടനോട് പറയൊന്നും വേണ്ട. ഇല്ലില്ലില്ല, ഞാനൊന്നും പറയണില്ലേ. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവനാകെ മയങ്ങി നടക്കല്ലേ. അതേട്ടൻ ചെറുപ്പത്തിൽ അവളുടെ പിന്നാലെ തന്നെയാണല്ലോ. ശരി എന്നാ, അച്ഛൻ എങ്ങടാ പോയേ? അച്ഛൻ ബാങ്കിലേക്ക് അങ്ങോട്ട് പോണെന്ന് പറഞ്ഞങ്ങോട്ട് ഇറങ്ങി. ആ ആ പിന്നെ അവള് വരുന്നുണ്ട് കേട്ടോ. വെച്ചളാ. എന്നാ ശരി, വെച്ചോളൂ. ഇപ്പഴാകുമ്പോ നമ്മൾ മാത്രം വിഷമിച്ചാ മതി. നമ്മുടെ ഇടയിൽ ഒരു കുഞ്ഞും കൂടി വന്ന് വെറുതെ അതും കൂടെ എന്തിനാ? അമ്മായി പറഞ്ഞ പോലെ ഡെലിവറി കഴിഞ്ഞാ ചിലപ്പോ ഇനിയും തടിച്ചു എന്നൊക്കെ വരും. അപ്പൊ ഇപ്പഴേ പിരിയണ നല്ലത് പ്രകാശ് ചേട്ടാ. വെറുതെ എന്തിനാ അപ്പഴത്തേക്ക് വെക്കണ? പൊന്ന അമ്മയും പ്രിയും പറഞ്ഞു കേട്ടിട്ടാണോ ഈ ഡിവോഴ്സ് നിൽക്കണ? ഇങ്ങടെ നോക്ക്. ആണോ? പ്രകാശ് ചേട്ടനെ നിസ്സാര കാര്യമായിരിക്കും. എനിക്ക് അവർ രണ്ടുപേരും അത്രക്ക് ഇഷ്ടമായിരുന്നു. അവരുടെ നീ അതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞപ്പോ എന്റെ തടിയും കൂടെ നാട്ടുകാർക്കായിരുന്നു പ്രശ്നം. അതാ ഒരാൾ തടി കൂടണം കുറയുന്നതും അയാളുടെ കുറ്റാണോ? ഞാൻ എത്ര വട്ടം ശ്രമിച്ചാന്ന് പ്രകാശ് ചേട്ടൻ അറിയണല്ലേ. ഇത്രയ്ക്ക് പൊട്ടിയാവരുത് കേട്ടോ. എടി, ലോകത്ത് ഹൈറ്റിലും വെയിറ്റിലും വ്യത്യാസമുള്ള ആദ്യത്തെ ഭാര്യയും ഭർത്താവും അല്ല നമ്മൾ. അതൊന്നും എൻ്റെ തലേക്ക് ആദ്യം കയറ്റി. എത്ര ആളെ വേണം? ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പുഷ്പേടത്തിമിനെ മുരളേട്ടനെ കണ്ടിട്ടില്ലേ? അങ്ങനെ എത്ര ആളുണ്ട്? കേക്കുണ്ടോ? വേണ്ട പ്രകാശ് ചേട്ടാ, ഇത് ശരിയാവില്ല. നമുക്ക് പഴയ പോലെ സ്നേഹിച്ചു കഴിയാം. കല്യാണം നമുക്കിടയിൽ നടന്നിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി. അമ്മ ഇങ്ങനെ പറയണ ആദ്യമായിട്ടൊന്നല്ല. നമ്മുടെ രമ ചേച്ചി അടുത്ത് എന്റെ തടിയെ കുറിച്ച് അടുക്കളയിൽ നിന്ന് പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മായിക്ക് ഇതൊക്കെ കല്യാണത്തിന് മുന്നേ അറിയാറുന്നില്ലേ? ഇപ്പോഴാണോ എന്റെ തടിയൊക്കെ ഇവര് കാണുന്നത്? സ്നേഹിക്കാനേ ഒന്നിച്ച് താമസിക്കുക കല്യാണം കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിലേ ഞാൻ ഇത് കേൾക്കേണ്ടി വരും.
സെപ്പറേറ്റ് ആവാം. ഏ ഈ ഇപ്പൊ എന്താ പറഞ്ഞത്? നിനക്ക് വല്ല ബോധമുണ്ടോ? ആലോചിച്ചിട്ടെന്നെ പറയുന്നു. യൂസ്വലായിട്ട് മൂവ് ചെയ്താ കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡപ്പ് ആയിക്കോളും. എന്താ പ്രകാശ് ഏട്ടാ ഇത്? ഒന്നുമില്ല, എന്താ ഇത് പ്രകാശ് ഏട്ടാ? ഒരു കുഴപ്പമില്ലാന്ന്. പ്രകാശ് ഏട്ടാ ഐ. നീ കാണിച്ചിരിക്കണേ. നീ വിട്ടെ. പേടിക്കണ്ട, ഞാൻ മരിക്കാൻ വേണ്ടി ചെയ്തതൊന്നല്ല. അല്ലെങ്കിൽ തന്നെ പിന്നെ എന്ത് മരിക്കാനാ? എന്ത് പ്രകാശ് ഏട്ടാ ഇങ്ങനെ? നീ അത് അവിടുന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ മരിച്ചില്ലേ? പ്രകാശ് ഏട്ടാ എന്റെ ദേഷ്യമൊക്കെ എനിക്ക് എന്നോടല്ലേ തീർക്കാൻ പറ്റും. എന്തൊക്കെയാ പ്രകാശ് ഏട്ടാ പറയണേ? കാലുമ്പോ മുറിയും. എനിക്ക് വാ, ബ്ലീഡിംഗ് ഉണ്ട്, ഹോസ്പിറ്റലിൽ പോവാ. വാ, നീക്ക് വേണ്ട, എന്റെ ആവശ്യമില്ല. നീക്ക് നീ ഇവിടെ പ്രകാശ് ഇരിക്ക്. ഏട്ടാ. വാ. പിന്നെ കാര്യങ്ങൾ എങ്ങനെ വെച്ചാൽ നോക്കിക്കോ, ഞാനായിട്ടൊന്നിനൊരു തടസ്സം ഉണ്ടാവില്ല. എങ്ങനെയാന്ന് വെച്ചാൽ നോക്കിക്കോ. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല പ്രകാശ് ഏട്ടാ. പിരിയാന്ന് പറഞ്ഞാ പിരിയാൻ തന്നെയാണ്. ഒന്നാമത് ഞാനിവിടെ വന്ന് നിൽക്കാനേ പാടില്ല. എന്തൊക്കെ പ്രകാശ് ഏട്ടാ പറയണേ? എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ജോലി, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരിക്കലും സെറ്റാവില്ല. ഞാനേ ഈ ലോക്കൽ സെറ്റപ്പിൽ വളർന്നവനല്ലേ. പ്രകാശ് ഏട്ടാ പ്ലീസ്, മനസ്സിലൂടെ വിചാരിക്കുന്ന കാര്യങ്ങളാ. അതെ, അതൊന്നും കുഴപ്പമില്ല. നീ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തു കേട്ടോ. പിന്നെ പേടിക്കൊന്നും വേണ്ട, ചെറിയ മുറിവാണ്, ഒരു കുഴപ്പമില്ല. ഒന്നും സംഭവിക്കില്ല. ഈ ആ മാഗസിൻ ഒന്ന് എടുത്താ. ഞാൻ എടുക്കാം. കാലില് മുറിയാവും. ഇവിടെ ഇരിക്കും. അമ്മായിനെയും പ്രിയച്ചനെയൊക്കെ എത്ര ഇഷ്ടമായിരുന്നു അറിയോ? അവരങ്ങനെ പറഞ്ഞപ്പോ സത്യമായിട്ട് വിഷമായി. അത് ഞാൻ അങ്ങനെ സോറി. ഞാൻ കൊണ്ട് കളയാം. ഈ അവിടെ ഇരിക്കും.
നാട്ടിൽ നിന്ന് വന്നിട്ട് ഇത്ര ദിവസമായി. ഈ എന്നോട് ഇത് പറഞ്ഞോ? നാട്ടിൽ നിന്ന് പറഞ്ഞോ? അതുമില്ല. ഞാനല്ല എന്നെ കിട്ടിയത് അല്ലേ? ഉം. ആ ഈ ഇരിക്കി ഇരിക്കി. സോറി സോറി സോറി. ആ അപ്പം അതാണ്. ഇതൊന്നിപ്പം ഞാനെന്താ മനസ്സിലാക്കണ്ടേ? ഇത് പണക്കും പ്രശ്നമാണല്ലേ? ഞാനങ്ങനെ അത് ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് 2-3 ദിവസമായിട്ട് ആകെ പ്രശ്നങ്ങളാ. വർക്കിന്റെ ലോഡും പീരിയഡ്സിന്റെ പ്രശ്നവും. അതിന് എനിക്ക് ആവശ്യമില്ലാണ്ട വോയിസ് എനിക്ക് കേൾക്കാൻ തോന്നുന്ന ഇടയ്ക്കിടയ്ക്ക്. ഇന്നും കേട്ടു. നാളെ ഇനി പ്രകാശ് ഏട്ടനും ഇതുപോലെ. അങ്ങനെ ചിന്തിച്ചപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അത് ഞാൻ ചെറുപ്പത്തിൽ ഈ നല്ലത് അടിച്ചായിരുന്നു. നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വരുന്ന സമയത്തേ എൻ്റെ കൂടെ തന്നെയായിരുന്നു. കളിയും നടത്തവും. നടത്തം മാത്രമല്ല, എൻ്റെ കൂടെ തന്നെ ഉറങ്ങാറ്. പ്രിയക്കാട്ടിലും എടുത്ത് കിടന്നിറക്കണ ഞാൻ തന്നെയാണ്. എന്നെ പൊന്തൊന്നുമില്ല, എന്നാലും എന്നെ ഞാൻ പൊക്കിയെടുക്കും. പ്രിയ എന്നും അമ്മക്കുട്ടിയാ. ഈ ഞാനിങ്ങനെ ഒട്ടി അടക്കണ കണ്ടിട്ടാവും എൻ്റെ അമ്മ എന്നോടൊരു ദിവസം ചോദിച്ചേ, പ്രകാശാ പെണ്ണ് എപ്പോഴും എൻ്റെ പിന്നാലെയാണല്ലോടാ, അണക്ക് അവളെ വേണോ, ഈ അവളെ കല്യാണം കഴിക്കുമെന്ന്. എന്താ കല്യാണം എന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് അന്ന് 10 വയസ്സോ 11 വയസ്സോ ഒറ്റേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ആന്ന്. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു കോലായത്ത്. എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എല്ലാവരും കൊണ്ട് ചിരിച്ചു. ആകെ ഉണ്ട് കരച്ചിലൊന്നു. അപ്പൊ അമ്മായി ഓടി വന്നിട്ട് പറഞ്ഞേ, അണക്ക് അവളെ കല്യാണം കഴിച്ചരാട്ടോ, സമയാവട്ടെ എന്ന്. അന്ന് മുതൽ ഇങ്ങനെ എടുത്തു വെച്ചതാ എന്നെ മനസ്സിൽ. ഇനി എത്ര തടിച്ചാലും എത്ര മെലിഞ്ഞാലും എന്റെ ഇഷ്ടത്തിനൊരു കുറവും ഉണ്ടാവില്ല കേട്ടോ. വിഷമിപ്പിച്ചിട്ടുണ്ട്, ഉണ്ടാണ്ട് നടന്ന് വേദനിപ്പിച്ചിട്ടുമുണ്ട്. അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. ഞാനേ എൻ്റെ ഒരു ഇഷ്ടത്തിന് എതിരേക്കില്ല കേട്ടോ. ഇട്ടിട്ട് പോവല്ലടി, എനിക്കത് താങ്ങാൻ പറ്റില്ല. സോറി സോറി സോറി. ഇല്ലാണ്ട് പറ്റില്ലടി. ജീവന്റെ
ജീവൻ നീയല്ലേ എന്നിൽ തീർത്തൊരു പാതി നീ നെഞ്ചോരം നീയില്ലാതെ ഉള്ളിൽ ഉള്ളോരം വിങ്ങുന്നു നിഴലായി നീ എന്നില്ലെങ്കിൽ അഴലിൽ ഞാൻ തനിയെയാ മുകിലോരം ചിറകായി ഇനിയും മഴയാവും ജീവന്റെ ജീവൻ നീയല്ലേ